ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കള്ളപ്പം ചുട്ടതിൻ്റെ ബാക്കി കുറച്ച് ഒരു 2 അപ്പത്തിനുള്ള മാവുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ഏലക്കയാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് 4 ഏലക്ക, അല്പം ജീരകം, ഇനി തേങ്ങ ഫ്രിഡ്ജിലിരുന്ന തേങ്ങ കേട്ടോ, അത് ഇങ്ങനെയൊക്കെ കഷ്ണമായിട്ടിരിക്കണേ. അത് ഞാൻ തേങ്ങ ചിരണ്ടി ഇപ്പം ചവര് വരുന്ന ഭാഗം ആ സൈഡിലും നല്ല വെളുത്ത ഭാഗം ഇപ്പുറത്തെ സൈഡിലുമായിട്ട് വെച്ചതാണ്. തേങ്ങ ഇത്ര നമുക്ക് അരച്ചെടുക്കാം. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച്, കാരണം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, കട്ടയായിട്ടിരിക്കുന്നത് കൊണ്ട്. തേങ്ങ ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ലൊരു ഉണങ്ങിയ സ്പൂണും കൊണ്ട് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കാം. 2 സ്പൂൺ അരിപ്പൊടി മതി. അതിനകത്ത് അല്പം ഉപ്പും പഞ്ചസാര പിന്നെ ചേർത്താലും മതി. ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് അരയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അരയാനൊന്നുമില്ല. കുറച്ച് സമയം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അരയ്ക്കുകയാണെങ്കിലും നല്ലതാണ്. പൊടി നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് അരയ്ക്കുകയാണെങ്കിലും. പിന്നെ നമ്മൾ പുളിക്കാൻ വെക്കുന്നതായതുകൊണ്ട് ഞാനിപ്പം നേരെ അങ്ങോട്ട് അരയ്ക്കുക. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ പുളിമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർക്കണം. എന്നിട്ട് വെള്ളം പാകമാണോ എന്ന് നോക്കണം. വെള്ളം അധികമാണെങ്കിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ചിലപ്പോൾ അല്പം ലൂസായിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് ശരിയാക്കാം. പിന്നെ ഇത് വറുത്തിരുന്ന പൊടിയായതുകൊണ്ട് അങ്ങനെ വരണമെന്നില്ല. അരിപ്പൊടി കുതിർന്ന് വരുമ്പം ചിലപ്പം നന്നായിട്ട് ഇച്ചിരിയോടെ കുറുകി വരാനാണ് സാധ്യത. കുറുകി വരുവാണെങ്കിൽ നമുക്ക് അല്പം തേങ്ങാപ്പാലോ എല്ലാം ചേർക്കാം. പച്ചവെള്ളം ചേർക്കരുത്. ഇനി അരയ്ക്കുമ്പോൾ ചേർക്കുന്നതല്ലാതെ. ഇനി നമുക്കിത് പുളിക്കാൻ വയ്ക്കാം, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്. പഞ്ചസാര ചേർക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണമാണ്. ചിലർക്ക് നല്ല മധുരം വേണം വട്ടയപ്പത്തിന്, ചിലർക്ക് കുറച്ച് മധുരം മതി. അപ്പോൾ എനിക്ക് ഒത്തിരി മധുരം വേണ്ടാത്ത കൂട്ടത്തിലാണ്. എങ്കിലും കുറച്ച് ഇനി പഞ്ചസാര എല്ലാം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ ശർക്കരയും ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും പഞ്ചസാര ചേർത്ത് ഇളക്കി വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മധുരമൊക്കെ തൊട്ട് നോക്കിയിട്ട് എൻ്റെ ഭാഗത്തിനുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂടുതലൊക്കെ ഇടാം. ഇന്നലെ അപ്പം ഉണ്ടാക്കിയ അതേ അപ്പത്തിന് കലക്കി വെച്ച അതേ പാത്രം തന്നെയാണ്. അതിൻ്റെ പുറമൊക്കെ ഒന്ന് തൂത്തുമിനുക്കിയെടുത്ത് ഫ്രഷാക്കി. ഇപ്പം രാവിലെ 9 മണിയായിട്ടുണ്ട്. ഇന്ന് പള്ളി കഴിഞ്ഞ് വന്ന അപ്പം ചക്ക ചുട്ടത്. ഇനി ഇതൊരു 2 മണിയാകുമ്പോഴത്തേനും നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. അപ്പം നമുക്ക് ചിലപ്പോൾ അതിന് മുമ്പേ വരും. അപ്പം നമുക്ക് രാവിലെ അപ്പം ചുടുവാണെങ്കിൽ 4 മണി പലഹാരമായിട്ട് വട്ടയപ്പമാക്കാം. ഒരു അരി പൊടിച്ച് വറുത്തത് കൈവശം ഉണ്ടെങ്കിൽ. നമ്മുടെ വട്ടയപ്പത്തിന് കലക്കി വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണി ആയതേ ഉള്ളൂ. 4 മണിക്കൂറും കൊണ്ടത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് അല്പം നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് കോരിയൊഴിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അപ്പച്ചെമ്പ് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് ഇത് വെച്ച് കൊടുക്കാം. കോരി ഒഴിച്ചിട്ടെടുത്ത് വെച്ചാലും മതി. പക്ഷേ താഴെ ആയതുകൊണ്ട് 4 അപ്പം ഒരുമിച്ചുണ്ടാക്കാവുന്ന തട്ടുണ്ട്. അപ്പം അത്ര എണ്ണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പം ഇത് മതിയാവും. കുറച്ച് പൊങ്ങി വരുമല്ലോ. അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റെങ്കിലും വേണം. കുറച്ച് കനം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 20 മിനിറ്റും കൊണ്ട്
വെന്തോളും. വലിയ പ്ലേറ്റും നല്ല കനത്തിനാണെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മുടെ അപ്പം വെച്ചിട്ട് 2 മിനിറ്റായി. അപ്പോൾ ഇതൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് 2-3 അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. മുന്തിരിങ്ങ എൻ്റെ എടുത്തില്ല, ഉറക്കപ്പുറത്ത് കള്ള് കിട്ടിയതല്ലേ, അതുകൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ ഒരുങ്ങിയിരുന്നൊന്നും അല്ലല്ലോ. ഒരു സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പതുക്കി വെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയ ഏത്തപ്പഴത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കും. ഇതൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. പഞ്ചസാരയും തേങ്ങയും പഴവും കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ തീ ഓഫാക്കിയതാണ്. ഇനി ശർക്കരയാണെങ്കിൽ ഒന്നുകൂടെ കളർഫുള്ളായിട്ട് കിട്ടിയേ. മധുരം നല്ലപോലെ അലുത്ത് വരണം. വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങോട്ടെടുത്ത് മാറ്റി. ഇനി നമുക്ക് അടുത്ത പ്ലേറ്റ് വയ്ക്കാം. അതിലും നെയ്യൊക്കെ തടവിയതാണ്. ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം. കുറച്ച് പകുതി മുമ്പ് ഒഴിച്ചതിൻ്റെ പകുതി എപ്പോൾ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ആദ്യം. അത് കഴിഞ്ഞ് അത് വെന്തിട്ടാണ് ബാക്കി നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് ഒഴിക്കണേ. ഇതവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് വേണം ഈ ഫില്ലിങ്സ് ഇടയ്ക്ക് വെച്ചിട്ട് ബാക്കി മാവ് ഒഴിച്ചു കൊടുക്കും. ഇത് കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതിൻ്റെ പകുതി ഫില്ലിങ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടായിരുന്നു. ഏത്തപ്പഴവും തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തത് ഇതിൻ്റെ പകുതി ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ മൂടി മാവൊഴിച്ച് നകക്കെ വേവിച്ചെടുക്കാം. ഇത്ര വെന്തതല്ലേ, അതുകൊണ്ട് ഇനി ബാക്കി ഒഴിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. 2 കൈയും ചേർത്താണ് ഞാൻ ഒഴിച്ചത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല. എങ്കിലും നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ. ആ ഫില്ലിങ്സും മൂടി മാവൊഴിച്ചു. ഇനി നമുക്ക് മൂടി വെച്ച് ഇപ്പോൾ ഒഴിച്ചത് കൂടെ വേവിച്ചെടുക്കാം. തണുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് മുറിക്കാം. അത് വിട്ടു പോകുന്നില്ലേ. കണ്ടോ, നല്ല സോഫ്റ്റ് വട്ടയപ്പ. കഴിച്ചു നോക്കാം. രണ്ടാമത്തെ വട്ടയപ്പം ഞാൻ വെന്തോന്ന് നോക്കിയായിരുന്നു. വെന്തു എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിക്കാം. നിറച്ചൊഴിച്ചിട്ടില്ല, കുറേശ്ശെ ഒഴിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ് നമുക്ക് ഈ ശർക്കര അല്ലാത്ത പഞ്ചസാരയും തേങ്ങയും അണ്ടിപ്പരിപ്പും ഏത്തപ്പഴം കൂടെ ഉള്ളത് ഇട്ടിട്ട് ബാക്കി മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്തായെന്ന് നോക്കാം. ഒരല്പം കൂടെ നേരത്തെ വേണമെങ്കിൽ നമുക്ക് എടുക്കണമായിരുന്നല്ലേ.
നമുക്കിത് കൂടെ അല്പം ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. എങ്ങനെയാകും? വെന്തിട്ടില്ല. പക്ഷെ അത് പൊങ്ങി വന്നു. ഇരിക്കും തോറും മാവ് പൊളിച്ചോണ്ടല്ലേ ഇരിക്കണേ, അതുകൊണ്ടും കൂടെ ആയിരിക്കും. ആദ്യത്തെ അപ്പം ഉണ്ടാക്കിയിട്ടിപ്പം കുറച്ച് സമയമായല്ലോ. ആ സമയം കൊണ്ട് വീണ്ടും നമ്മുടെ മാവ് പൊങ്ങി പൊളിച്ചോണ്ടല്ലേ ഇരിക്കണേ. ഇതൊക്കെ മെനക്കെട്ട പണിയാലേ, പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രസം കേട്ടോ. എല്ലാവരും ഒക്കെ വരുമ്പം അവർക്ക് കൊടുക്കാനാണ് നല്ല സൂപ്പറാണ്. അവരും മണ്ടടിക്കും. ഇനി നമുക്കത് ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഇതിൻ്റെ മുകളിൽ ഒരു തട്ടും കൂടെ വെച്ചിട്ട് വെറുതെ അങ്ങ് കോരി ഒഴിക്കും. ബാക്കി അവസാനത്തേത് ഞാൻ ഒഴിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് വിട്ടു, വീണ്ടും കോരി ഒഴിച്ചു. ഇനി ഇതിവിടെ ഇരുന്ന് വേകട്ടെ. 3 എണ്ണത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്ത് വിണ്ടു പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാനൊന്നുമില്ല, തീ ഓഫാക്കാം. തണുത്ത് കഴിയുമ്പം എടുക്കാം. വെള്ളം അതിനകത്തോട്ട് ആവി വീണ് അത് അതിൻ്റെ മുകളിൽ അലുത്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ഒരെണ്ണം മാറ്റി വെക്കാം. അതല്ലെങ്കിൽ മുകളിലത്തേൻ്റെ ആവിയെല്ലാം കൂടെ ഇതിലോട്ട് വീണ് തണുത്തു പോകും. നമ്മുടെ രണ്ടാമത്തെ വട്ടയപ്പം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്തു. നമുക്ക് മുറിച്ച് നോക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതാ നമുക്കിടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 4 മണിക്ക് ഈ എണ്ണ പലഹാരവും ബേക്കറിയിൽ നിന്ന് മേടിച്ച പലഹാരമൊന്നും അല്ലാതെ അവർ ഇഷ്ടത്തോടെ കഴിക്കും. നമുക്കൊരെണ്ണം കഴിച്ച് നോക്കാം. സൂപ്പറാട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ. കള്ള് കിട്ടണമെന്നൊന്നുമില്ല, ഈസ്റ്റിട്ടും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി ഇതേപോലെ ചെയ്യാമല്ലോ. ഈ വട്ടയപ്പം മുറിക്കുമ്പം ഇതുപോലെ വേണം കേട്ടോ മുറിക്കാൻ. അല്ലാത്ത വട്ടയപ്പം നമുക്ക് ഏത് ഷേപ്പിൽ ഡയമണ്ടായിട്ടോ സ്ക്വയറായിട്ടോ ഒക്കെ മുറിക്കാം. പക്ഷേ ഈ അകത്ത് ഫില്ലിങ്സ് വെക്കുമ്പോൾ ഈ വട്ടയപ്പം ഇങ്ങനെ തന്നെ വേണം മുറിക്കാൻ. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര തേങ്ങയുടെ കൂടെ ഇട്ടിരുന്നെങ്കിൽ ആ കളർ എടുത്ത് കാണിച്ചാൽ. ഇതിപ്പം വാഴയ്ക്കപ്പഴവും ഒക്കെ കാണത്തുള്ളൂ. പഞ്ചസാരയ്ക്കും അപ്പത്തിനുമൊക്കെ ഒരു കളർ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് വരാം. അതുവരെ ബൈ.